കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി ഒരിക്കലും നന്നാകില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ചിലർ, അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രമുഖരായ നേതാക്കൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശുംഭൻ ജയരാജൻ എന്ന പരിഹാസ നാമത്തിൽ അറിയപ്പെടുന്ന MV ജയരാജൻ. മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയന്റെ ഒരു അസ്മാദിയാണ്, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് MV ജയരാജൻ. പി ജയരാജനും അതുപോലെ EP ജയരാജനുമൊക്കെ ഇപ്പോൾ പിണറായിയുമായി അല്പം അകന്നു നിൽക്കുകയാണ്. ഈ മൂന്ന് ജയരാജന്മാരായിരുന്നു കണ്ണൂരിന്റെ CPM. ഇപ്പോൾ MV ജയരാജൻ പിണറായി വിജയന്റെ കൂടെയാണ്. തളിപ്പറമ്പിൽ ജയിച്ച TK ഗോവിന്ദനും പയ്യന്നൂരിൽ ജയിച്ച V കുഞ്ഞികൃഷ്ണനും തെറ്റിതിരുത്തി മടങ്ങി വരികയാണെങ്കിൽ പാർട്ടി അവരെ ഹൃദയം തുറന്ന് സ്വീകരിക്കും എന്നാണ് ഇന്നലെ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ MV ജയരാജൻ പറഞ്ഞത്. എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്ന് വ്യക്തമായി പറയുന്നില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. അതായത് പാർട്ടി വലിയ തട്ടിപ്പ് നടത്തി, പാർട്ടിയിലെ MLA ആയിരുന്ന വ്യക്തി ലക്ഷങ്ങൾ രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് വെട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ എല്ലാ പാർട്ടി രീതികളും അല്ലെങ്കിൽ സീനിയോറിറ്റിയും ഒക്കെ മറികടന്ന് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം, മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം മത്സരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് അവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു ജയിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവച്ചു വൃത്തിയായി തൂക്കുകയും ചെയ്തു. TK ഗോവിന്ദന് സ്ഥാനാർത്ഥിയാകണം എന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ MV ജയരാജൻ അടുത്ത നമ്പറുകളുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് ജയരാജേട്ടന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ വേറെന്ത് മാർഗം? ഇങ്ങനെ തടഞ്ഞിട്ട് ന്യായീകരിച്ച് മെഴുകി നടക്കാനാണ് ഇവർക്കൊക്കെ യോഗം. MLA മാരായ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും പാർട്ടിയിൽ തിരിച്ചെടുക്കും, പക്ഷേ തെറ്റ് തിരുത്തുന്നവരെ ഒറ്റപ്പെടുത്തി മുമ്പോട്ട് പോകില്ല. അതുകൊണ്ട് TK ഗോവിന്ദൻ സന്ദർശിച്ചപ്പോൾ വിനോദിനി ബാലകൃഷ്ണൻ ആനയിച്ച് കൊണ്ടുപോയത് ശരിയായില്ല. മരിച്ചുപോയൊരു സഖാവിന്റെ ഭാര്യയാണ്. അവരുടെ വീട്ടിലേക്ക് ഭർത്താവിന്റെ ഒരു പഴയ സുഹൃത്ത് വരുമ്പോൾ കാണിച്ച മര്യാദ ശരിയായില്ല എന്നാണ് പറയുന്നത്. ചില കട്ടന്ന പ്രതികരണങ്ങളും അവർ നടത്തി. ഒരാൾ വീട്ടിൽ എത്തിയാൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കോടിയേരിയുടെ വീട്ടിൽ അതിന് അപ്പുറവും നടന്നു. ഒരു വീട്ടിൽ എന്ത് നടക്കണം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അവരെ അടിച്ചു പുറത്താക്കണമോ, അവരെ ചീത്ത വിളിക്കണമോ, അവർക്ക് ചായ കൊടുക്കണമോ എന്ന് ആ വീട്ടിലെ അംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് മരിച്ച വ്യക്തിയുടെ ഒരു സുഹൃത്ത് കടന്നു വരുമ്പോൾ ഏറ്റവും മര്യാദയായിട്ട്, ഏറ്റവും മാന്യമായിട്ടാണ് വിനോദിനി ബാലകൃഷ്ണൻ പെരുമാറിയത്. അതൊന്നും CPM-നും പിണറായി വിജയനും MV ജയരാജനും സഹിച്ചിട്ടില്ല. പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും ജയരാജൻ. TA മധുസൂദനെ മാറ്റി വേറെ ആരെങ്കിലും നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും. സാധ്യത കുറവാണ്. V കുഞ്ഞികൃഷ്ണൻ അത്രയേറെ സഖാക്കളുടെ പിന്തുണ അവിടെ കിട്ടി. MV ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശിക മാധ്യമത്തിൽ നടത്തിയ പ്രതികരണങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും, എത്ര നന്നായാലും, അല്ലെങ്കിൽ എത്ര മാറ്റങ്ങൾ വന്നാലും ഇവരാരും നന്നാകില്ല. തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തെറ്റ് തിരുത്തണം എന്ന് പറയുന്നു. എന്നാൽ ഭൂലോകം മുഴുവൻ തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരൊക്കെ മാന്യന്മാരായിട്ടും നല്ലവരായിട്ടും നല്ല സഖാക്കളായിട്ടും നടക്കുന്നു. അതായത് പിണറായി വിജയനെ റാൻ മൂളുന്നവരൊക്കെ മാന്യന്മാരും നല്ലവരും, പിണറായിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരൊക്കെ ഏറ്റവും മാന്യന്മാരും, പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരും, പിണറായിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ദേശാഭിമാനി ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്ത്, ഇദ്ദേഹത്തിനെതിരെയും എന്തെങ്കിലും നടപടി വന്നേക്കും. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇപ്പം പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് പാർട്ടിയുടെ ചില പുഴുക്കുത്തുകളെയും പാർട്ടിയുടെ ചില രീതികളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളത് വിശദീകരിക്കുകയും ചെയ്തു. ഇത് തെറ്റ് എന്നാരും പറയാൻ പാടില്ല. പാർട്ടി ആരും ഗുണദോഷിക്കാൻ പാടില്ല. പാർട്ടി ആരും സഖാക്കളാരും നേർവഴിക്ക് നടത്താൻ പാടില്ല. അതാണ് V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അണികൾ പാർട്ടിയെ തിരുത്തണം, നേതാക്കളെ തിരുത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം പുസ്തകം എഴുതി. ഇത് ഒരിക്കലും നന്നാവില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ അവർക്ക് കൂടെ ഇങ്ങനെ റാൻ മുള്ളി നടക്കുന്ന കുറേ ആളുകൾ, ഇതാണ് ഇപ്പോൾ CPM. പിന്നെങ്ങനെ പാർട്ടി നന്നാവും? പിന്നെങ്ങനെ ഇനി അധികാരത്തിൽ വരും? പിന്നെങ്ങനെ ഇനി മുമ്പോട്ട് പോകും? തെറ്റെന്താണ്? അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കി, എനിക്ക് അസുഖമുണ്ട്, ഞാൻ ചികിത്സിക്കണം എന്ന് മനസ്സിലാക്കാതെ, എനിക്ക് അസുഖമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, പക്ഷേ ഞാൻ മരുന്ന് കഴിക്കില്ല, ഞാൻ പഥ്യം നോക്കില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും എന്ന് പറയുമ്പോൾ പിന്നെ അസുഖബാധിതനായി മരണത്തിന് കീഴടങ്ങുകയല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു മരണത്തിന്റെ വക്കിൽ തന്നെയാണ് CPM ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും മറ്റുള്ളവരുടെ നെഞ്ചത്തു കയറുന്നതിനും ഒന്നും ഒരു കുറവുമില്ലതാനും.